റഷ്യൻ ഹാക്കർമാരുടെ നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഏജൻസി പറഞ്ഞു. ഉക്രൈന് പിന്തുണ നൽകുന്നതിന്റെ പേരിൽ യൂറോപ്യൻ അയൽരാജ്യങ്ങൾക്കെതിരെ റഷ്യ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നതായും ബ്രിട്ടീഷ് ഏജൻസികളും ആരോപിച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല. ആർട്ടിക് മേഖലയിൽ നോർവേ റഷ്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. സെക്കൻഡിൽ 500 ലിറ്റർ വെള്ളം എന്ന തോതിൽ 4 മണിക്കൂറോളം വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അധികൃതർ കൃത്യസമയത്ത് ഇടപെട്ടതോടെ കൂടുതൽ നാശം ഒഴിവാക്കാൻ സാധിച്ചു. സംഭവത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ടുകളില്ല. ഡാമിന്റെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിലും സൈബർ ആക്രമണം വലിയൊരു സുരക്ഷാ ഭീഷണിയായി അധികൃതർ കാണുന്നു. റഷ്യൻ ഭരണകൂടത്തിന് നേരിട്ട് ഇതുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് നോർവേയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രധാനമായ നീക്കമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് നോർവേ വ്യക്തമാക്കുന്നു. സംഭവത്തെ തുടർന്ന് നോർവേയിലെ അണക്കെട്ടുകളുടെയും വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളുടെയും സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.